Hi all, welcome to our channel Center for CS. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈഫ് സൈക്കിൾ മോഡലാണ് സ്പൈറൽ മോഡൽ. പ്രീവിയസ് വീഡിയോസിലായിട്ട് നമ്മൾ പല ലൈഫ് സൈക്കിൾ മോഡൽസും കണ്ടു. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനോടൊപ്പം കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടി ചേർന്ന് വരുന്നൊരു ലൈഫ് സൈക്കിൾ മോഡലാണ് സ്പൈറൽ മോഡൽ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ മോഡലാണ് സ്പൈറൽ മോഡൽ. അപ്പോൾ നമുക്ക് സ്പൈറൽ മോഡൽ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്പൈറൽ മോഡലിൻ്റെ ഫിഗർ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാം. ഇതിൽ നമ്മൾ മുൻപ് പഠിച്ച ലൈഫ് സൈക്കിൾ മോഡൽസിൻ്റെ അതേ ഫേസസ് തന്നെയാണ് സ്പൈറൽ മോഡലിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ RA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസ്ക് അനാലിസിസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഏതൊരു ലൈഫ് സൈക്കിൾ മോഡൽ എടുത്താലും അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫേസസ് ഉണ്ട്. ആ ഫേസിനോടൊപ്പം ഒരു എക്സ്ട്രാ ഫീച്ചർ അല്ലെങ്കിൽ ഒരു സബ് ഫേസ് ആയിട്ടുള്ള റിസ്ക് അനാലിസിസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ലൈഫ് സൈക്കിൾ മോഡലാണ് സ്പൈറൽ മോഡൽ. അപ്പോൾ ആദ്യം സ്പൈറൽ മോഡലിൽ നമ്മൾ ചെയ്യുന്നത് ഒരു റാപ്പിഡ് പ്രോട്ടോടൈപ്പിനെ ഡിസൈൻ ചെയ്ത് വയ്ക്കും. അതായത് പ്രോട്ടോടൈപ്പിംഗ് മോഡലിൻ്റെ ഒരു ഫീച്ചറാണത്. ഒരു പ്രോട്ടോടൈപ്പിനെ റാപ്പിഡ് പ്രോട്ടോടൈപ്പിനെ ആദ്യം ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ആ പ്രോട്ടോടൈപ്പ് ഡിസൈനിങ് ഫേസിൽ നമ്മളൊരു റിസ്ക് അനാലിസിസ് നടത്തുന്നുണ്ട്. റിസ്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഫെയിലിയേഴ്സ്, അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ ആ റിസ്കിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. പിന്നീട് പ്രോട്ടോടൈപ്പിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമുക്ക് വേണ്ടത് സ്പെസിഫിക്കേഷൻ, ആ സിസ്റ്റത്തിന് വേണ്ടുന്ന സ്പെസിഫിക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ ചൂസ് ചെയ്യുന്ന ടൈമിലും നമ്മൾ ചൂസ് ചെയ്യുന്ന സ്പെസിഫിക്കേഷനിൽ എന്തെങ്കിലും റിസ്ക് ഹൈഡ് ചെയ്ത് കിടപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. സോ അവിടെയും നമുക്ക് റിസ്ക് അനാലിസിസ് ഉണ്ട്. അപ്പോൾ സ്പെസിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് ഫേസ് ആണ് ഡിസൈൻ ഫേസ്. അവിടെയും റിസ്ക് അനാലിസിസ് പെർഫോം ചെയ്യും. ഡിസൈനിന് ശേഷം ഇംപ്ലിമെൻറ്റേഷൻ, പിന്നീട് പോസ്റ്റ് ഡെലിവറി മെയിൻ്റനൻസ്, അതായത് കസ്റ്റമറുടെ കയ്യിലേക്ക് ആ ഒരു സിസ്റ്റം എത്തുന്നതിന് മുൻപുള്ള മെയിൻ്റനൻസ് പ്രോസസ്സ്, ഇതാണ് പോസ്റ്റ് ഡെലിവറി മെയിൻ്റനൻസ്. പിന്നീട് റിട്ടയർമെൻറ്റ്, അതായത് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പയർ ആകുന്ന ഒരു ടൈമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫേസസ് കോമൺ ആയിട്ട് വരുന്ന ഫേസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മളൊരു റാപ്പിഡ് പ്രോട്ടോടൈപ്പിനെ ഡിസൈൻ ചെയ്യുന്നു. പിന്നീട് സ്പെസിഫിക്കേഷൻസ് കിട്ടിയാൽ നമുക്ക് ഡിസൈൻ ചെയ്യാം, ഇംപ്ലിമെൻറ്റേഷൻ നടത്താം, പോസ്റ്റ് ഡെലിവറി മെയിൻ്റനൻസ് ഓപ്പറേഷൻസ് നടത്താം. പിന്നീടുള്ളത് റിട്ടയർമെൻറ്റ് ഫേസ് ആണ്. അപ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷൻ ഫേസിനോട് ചേർന്ന് തന്നെ നമുക്ക് ചേഞ്ച്ഡ് റിക്വയർമെൻറ്റ്സ് വരുന്നത് എങ്ങനെയാണ്? നമ്മളൊരു പ്രോട്ടോടൈപ്പിനെ ഡിസൈൻ ചെയ്ത് കസ്റ്റമറുടെ കയ്യിൽ എത്തിച്ചു. ആ പ്രോട്ടോടൈപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ എക്സ്ട്രാ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് റിവൈസ് ചെയ്യുന്നു. റിസ്ക് അനാലിസിസ് അവിടെയും പെർഫോം ചെയ്യുന്നുണ്ട്. ആ റിവൈസ്ഡ് ഫീച്ചറിനെ നമ്മൾ സ്പെസിഫിക്കേഷനിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് പോസ്റ്റ് ഡെലിവറി മെയിൻ്റനൻസ് നടക്കുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും, അതായത് പ്രീവിയസ് സ്റ്റെപ്സിലേക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ അത് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ബാക്ക്വേർഡ് ഫ്ലോ കാണിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പിലേക്കും ബാക്ക്വേർഡ് ഫ്ലോ കാണിച്ചിട്ടുണ്ട്. ഈ ഓരോ ഫേസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അത് പിന്നീട് വീണ്ടും സ്പെസിഫിക്കേഷനിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേയും നമുക്ക് മനസ്സിലായി ഒരു സൈക്ലിക് പ്രോസസ്സാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് സ്പൈറൽ മോഡലിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അതായത് ഒരു ലൈഫ് സൈക്കിൾ മോഡലിൻ്റെ കോമൺ ഫേസസ് എല്ലാം ഉണ്ടായിരിക്കും. അതുമായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് റിസ്ക് അനാലിസിസും കൂടി ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. മറ്റ് ലൈഫ് സൈക്കിൾ മോഡൽസിലുള്ള എല്ലാ എലമെൻസും ഇതിനകത്തും ഉണ്ടായിരിക്കും. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് റിസ്ക്കും കൂടി വരും എന്നൊരു ഹൈലൈറ്റ് ആണ് ഉള്ളത്. മറ്റ് ലൈഫ് സൈക്കിൾ മോഡൽസിൻ്റെ ഫീച്ചേഴ്സിനോടൊപ്പം റിസ്കിനെ കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ മെറ്റാ മോഡൽ എന്നും പറയാറുണ്ട്. ഈ സ്പൈറൽ മോഡലിനെ മെറ്റാ മോഡൽ എന്നും പറയുന്നു. സ്പൈറൽ മോഡലിനെ നമുക്ക് റിസ്ക് ഡ്രിവൺ മോഡൽ എന്ന് പറയാൻ കഴിയും.
അതായത് നമ്മൾ ഇതുവരെയുള്ള ലൈഫ് സൈക്കിൾ മോഡൽസിൽ സീക്വൻസ് ആയിട്ടാണ് ഓരോ ഓപ്പറേഷൻസിനെയും കാണിച്ചിരുന്നത്. എന്നാൽ സ്പൈറൽ മോഡലിൽ സീക്വൻസ് ആയിട്ടല്ല നമ്മൾ കാണിക്കുന്നത്. അതിന് പകരം നമ്മൾ പറഞ്ഞു ഒരു സൈക്ലിക് പ്രോസസ് ആണ് എന്ന് പറഞ്ഞു. സോ ഒരു സ്പൈറൽ ഒന്നിലധികം സ്പൈറൽസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സ്പൈറൽ മാത്രം വരുന്ന മോഡൽസും ഉണ്ട്. അത് വളരെ സ്മോൾ ആയിട്ടുള്ളതാണെങ്കിലാണ് മോസ്റ്റ് ഓഫ് ദ കേസിലും ഒരുപാട് സ്പൈറൽ ഉണ്ടാകാറുണ്ട്. നമുക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഇനി വാട്ടർഫോൾ മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിംഗ് മോഡലിൻ്റെയും ബെസ്റ്റ് ഫീച്ചേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സ്പൈറൽ മോഡൽ. അതായത് വാട്ടർഫോൾ മോഡലിലെ സ്റ്റെപ്സ് എല്ലാം അതുപോലെ ഉണ്ട്. പിന്നീട് പ്രോട്ടോടൈപ്പിംഗ് മോഡലിൻ്റെ ഫീച്ചറായിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പിനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു പുതിയ കമ്പോണൻ്റ് ആണ് റിസ്ക് അസസ്മെൻറ്റ് കൂടി പെർഫോം ചെയ്യുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഒന്നിലേറെ സ്പൈറൽസ് ഈ സ്പൈറൽ മോഡലിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അതിലെ ഓരോ ലൂപ്പും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ഫേസിനെയാണ്. സ്പൈറലിൻ്റെ ഓരോ ലൂപ്പും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ഫേസിനെയാകും. അതിൽ ഫസ്റ്റ് ലൂപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫീസിബിലിറ്റിയെയാണ്. അതായത് ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നത് ഫീസിബിൾ ആണോ അല്ലെങ്കിൽ ഫീസിബിൾ കണ്ടീഷൻസ് ആണോ ഇപ്പോൾ നമുക്കുള്ളത് എന്നുള്ളത്. പിന്നീട് അടുത്ത ലൂപ്പിൽ വരുന്നത് റിക്വയർമെൻറ്റ്സ് ഡെഫിനിഷൻ ആയിരിക്കും. ഈ ഫേസസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഫസ്റ്റ് ഫേസ് ആയിരുന്നു ഫീസിബിലിറ്റി. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ലൂപ്പ് ആയിരിക്കും. നെക്സ്റ്റ് ലൂപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റിക്വയർമെൻറ്റ്സ് ഡെഫിനിഷൻ ആയിരിക്കും. നെക്സ്റ്റ് ലൂപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിസൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലൂപ്പ് എന്തായിരിക്കും? ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും. പിന്നീട് ടെസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ ഓരോ ലൂപ്പും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ഫേസസിനെ ആയിരിക്കും. ഈ ഒരു മോഡലിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്നത് സ്പൈറൽ വിത്ത് മെനി ലൂപ്സ്. നമ്പർ ഓഫ് ലൂപ്സ് ഒരിക്കലും ഫിക്സഡ് ആയിരിക്കില്ല സ്പൈറൽ മോഡലിന്. നമ്മുടെ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ലാർജ് പ്രൊജക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സ്പൈറൽസ് വളരെ കൂടുതലായിരിക്കും. ഇനി സ്പൈറൽ മോഡലിൽ ഓരോ ഫേസിനെയും 4 ക്വാഡ്രൻസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിലെ 4 ക്വാഡ്രൻസ് എന്തിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, സെക്കൻഡ് വൺ റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് റിഡക്ഷൻ, നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് വാലിഡേഷൻ ആൻഡ് ദെൻ പ്ലാനിംഗ്. ഇതാണ് സ്പൈറൽ മോഡലിലെ ഓരോ ക്വാഡ്രൻറ്റും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് സ്പൈറൽ മോഡലിൻ്റെ ഡയഗ്രവും ഓരോ ഫേസസിൻ്റെ റെപ്രസെൻറ്റേഷനും. ഇവിടെ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്ലാൻ ആണ്. പ്ലാനിൽ എന്തൊക്കെയാണ് വരുന്നത്? റിക്വയർമെൻറ്റ്സ് ഗ്യാതറിംഗ് ആണ് പ്ലാനിൽ വരുന്നത്. നെക്സ്റ്റ് ഫേസിൽ വരുന്നത് റിസ്ക് അനാലിസിസ് ആണ്. അതായത് എന്തൊക്കെ റിസ്ക് ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോട്ടോടൈപ്പിംഗ്. ഇത് ഇത്രയുമാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിൽ വരുന്നത് കോഡിങ്ങും ടെസ്റ്റിങ്ങുമാണ്. അതായത് എൻജിനീയറിംഗ് ഫേസ് ആണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരുന്നത് കസ്റ്റമർ ഇവാലുവേഷൻ, ഇവാലുവേറ്റ് ക്വാഡ്രൻ്റ് ആണത്. കസ്റ്റമർ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിന് റിലീസ് ചെയ്ത് കൊടുക്കും. ഇതിലെ ഓരോ സ്പൈറലും ഈ 4 ക്വാഡ്രൻറ്റിലൂടെയും പാസ് ചെയ്താണ് പോകുന്നത്. ഇവിടെ ഈ സ്പൈറൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നുമാണ്. അതായത് പ്ലാൻ ഫേസിൽ നിന്നും റിസ്ക് അനാലിസിസിലേക്ക് വരുന്നു, ദെൻ കോഡിംഗ് ഫേസിലേക്ക് വരുന്നു, ദെൻ ഇവാലുവേറ്റ് ഫേസിലേക്ക് വരുന്നു. ഈ ഓരോ ഫേസ് എത്തുമ്പോഴും നമുക്കൊരു റിലീസ് ഉണ്ടായിരിക്കും. ഈ ഡോട്ട് വെച്ച് കാണിച്ചിരിക്കുന്നത് ഓരോ പ്രോട്ടോടൈപ്പ് റിലീസ് ചെയ്യുന്നതായിട്ടാണ്. അതായത് ഇവിടുന്ന് നമുക്ക് ഫസ്റ്റ് പ്രോട്ടോടൈപ്പിനെ റിലീസാകും, ഇവിടുന്ന് സെക്കൻഡ് പ്രോട്ടോടൈപ്പ് റിലീസാകും, ഇവിടുന്ന് അടുത്ത പ്രോട്ടോടൈപ്പ് റിലീസാകും. അതുപോലെയാണ് ഈ ഓരോ സ്പൈറലിൻ്റെയും റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇനി ഈ പറയുന്ന ഒരു സ്പൈറലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് സ്പൈറലിൻ്റെ എണ്ണം ഒരുപാട് ഇൻക്രീസ് ആവുന്നത് കോസ്റ്റ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് സ്പൈറൽ മോഡലിൻ്റെ 4 ഫേസസ്. ഓരോ സ്പൈറലും ഈ 4 ക്വാഡ്രൻസിലൂടെ പാസ് ചെയ്താണ് പോകുന്നത്. ഇതാണ് സ്പൈറൽ മോഡലിൻ്റെ ഡയഗ്രാം ആയിട്ട് വരുന്നത്.
ഇനി നമ്മൾ നോക്കുന്നത് ഓരോ ക്വാഡ്രന്റും എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റ് ഒബ്ജക്റ്റ് സെറ്റിംഗ് ആണ്, അതായത് നമ്മൾ പ്ലാനിംഗ് ആണ് എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസ്ക് ഫോർ ദാറ്റ് ഫേസ് ഓഫ് ദ പ്രൊജക്റ്റ് ആർ ഡിഫൈൻഡ്. ദെൻ റിസ്ക് അസസ്മെന്റ് ആൻഡ് റിഡക്ഷൻ. നമ്മൾ റിസ്കിനെ ഫൈൻഡ് ചെയ്യുന്നു, പിന്നീട് റിസ്ക് റെഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്താണോ അതിനെ ചൂസ് ചെയ്യുന്നു. ഈ കിട്ടിയ ഇൻഫോർമേഷൻസിനെ എല്ലാം വെച്ച് ഒരു പ്രോട്ടോടൈപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇത് രണ്ടുമാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ നടക്കുന്നത്. ഫോർ ഈച്ച് ഓഫ് ദ ഐഡന്റിഫൈഡ് പ്രൊജക്ട് റിസ്ക് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഈസ് കണ്ടക്റ്റഡ് ആൻഡ് സ്റ്റെപ്സ് ആർ ടേക്കൺ ടു reduce the risk. For example, if there is a risk that the requirements are inappropriate, a prototype may be developed. ആ പ്രോട്ടോടൈപ്പിനെ കസ്റ്റമർക്ക് അനലൈസ് ചെയ്ത് റിക്വയർമെൻറ്റ്സിൽ മോഡിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ടീമിനെ ഇൻഫോം ചെയ്യാൻ കഴിയും. തേർഡ് ക്വാഡ്രന്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് വാലിഡേഷൻ. റിസ്ക് എവാലുവേഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഒരു പ്രോസസ് മോഡലിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇഫ് ദ റിസ്ക് ഈസ് എക്സ്പയർഡ് ഇൻ ദ യൂസർ ഇന്റർഫേസ് ദെൻ വി മസ്റ്റ് പ്രോട്ടോടൈപ്പ് ദ യൂസർ ഇന്റർഫേസ്. ഫോർത്ത്, പ്ലാനിംഗ്. അതായത് നമ്മൾ ഒരു പ്രോട്ടോടൈപ്പിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞു, അതിനെ റിവ്യൂ ചെയ്തതിനു ശേഷം ഫർദർ ലൂപ്പ് വേണോ എന്ന് നോക്കും. അതായത് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ മാത്രമാണ് ആ ഒരു ലൂപ്പിംഗ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫർദർ ലൂപ്പ് വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇനി സ്പൈറൽ മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നമ്മുടെ റിക്വയർമെൻറ്റ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ പ്രോട്ടോടൈപ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. മോർ ആക്യുറേറ്റ്ലി നമുക്ക് റിക്വയർമെൻറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാൻ കഴിയും. റിസ്കി പാർട്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് നടത്താൻ കഴിയുന്നു. പവർഫുൾ ആയിട്ടുള്ളൊരു പ്രോട്ടോടൈപ്പ് മോഡലിനെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നു. ഈ ബിൽഡിംഗ് പ്രോട്ടോടൈപ്പിനെ ബേസ് ചെയ്ത് നമുക്ക് റിസ്കിനെ റിസോൾവ് ചെയ്യാനും കഴിയുന്നു. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലെക്സ് ആണ്. അതായത് റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്ലെക്സ് പ്രോസസ്സാണ്. പിന്നീട് അതിനുള്ള സൊല്യൂഷൻസും നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ മാനേജ്മെൻറ്റ് കോംപ്ലെക്സ് ആയിരിക്കും. എവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റ് എൻഡ് ചെയ്യുന്നത് എന്ന് നേരത്തെ അറിയാനും കഴിയില്ല. അതായത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൂപ്പിംഗ് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. പ്രൊജക്റ്റിൻ്റെ എൻഡ് ഏതാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർ ലോ റിസ്ക് പ്രൊജക്ട്സ് ആൻഡ് കുഡ് ബി എക്സ്പെൻസീവ് ഫോർ സ്മോൾ പ്രൊജക്ട്സ്. അതായത് സ്മോൾ പ്രൊജക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ലൂപ്പൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ലൂപ്പിന് വേണ്ടിയിട്ട് ഈ 4 ക്വാഡ്രൻസിലൂടെയും നമുക്ക് പാസ് ചെയ്ത് പോകണം എന്ന് പറയുന്നത് കോസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ വളരെ ചെറിയ പ്രൊജക്ട്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ലൈഫ് സൈക്കിൾ മോഡൽ അല്ല ഇത്. പ്രോസസ്സസ് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഈ സ്പൈറൽ ഇൻഡെഫിനിറ്റ്ലി പോകാനുള്ളൊരു ചാൻസും ഉണ്ട്. അതായത് റിസ്ക് വളരെ കൂടുതലാണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റീച്ച് ചെയ്യുന്നത് വരെ ഈ ഒരു ലൂപ്പിംഗ് കണ്ടിന്യൂ ചെയ്തു പോകും. സോ ഇൻഡെഫിനിറ്റ്ലി പോകാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഇന്റർമീഡിയറ്റ് സ്റ്റേജസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അതായത് ലൂപ്പിംഗ് കൂടുന്നതിനനുസരിച്ച് ഇന്റർമീഡിയറ്റ് സ്റ്റേജസിൻ്റെ എണ്ണം കൂടുന്നു. ആ ഓരോ സ്റ്റേജസിലും നമുക്ക് ഡോക്യുമെന്റേഷൻ പെർഫോം ചെയ്യേണ്ടതായിട്ടും വരും. സോ എക്സസീവ് ഡോക്യുമെന്റേഷന് റീസൺ ആകും അത്. മോർ കോംപ്ലിക്കേറ്റഡ് ഫേസ് സ്ട്രക്ചർ കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രൊജക്ട് ടീം മസ്റ്റ് ഹാവ് നോളജബിൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിനെ വെച്ചാൽ മാത്രമേ അവർക്ക് റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇത് ഇത്രയുമാണ് സ്പൈറൽ മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് സ്പൈറൽ മോഡൽ. താങ്ക് യു.